സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. ബാലകാല സഖി അകത്താക്കി. ശബ്ദങ്ങൾ ഇപ്പോ അകത്താക്കും. ഘോരമായ വിമർശന ബീരങ്കി ഉണ്ടകൾ ഏറ്റ പുസ്തകമാണ്. കണ്ടില്ലേ യാതൊരു സങ്കോചവും ഇല്ലാതെ തിന്നുന്നത്. ഹേ അജ സുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെ ഇല്ല. എന്റെ പുസ്തകങ്ങൾ ഇനിയും വേറെയുണ്ട്. ഭവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം. ഉമ്മ ഉമ്മ. എന്തിനാ ബഷീറെ ഇങ്ങനെ തൊള്ള തുറക്കണത്? നമുക്ക് ചെവിക്ക് തീയൊന്നുമില്ല. നമ്മുടെ ചെവി പൊട്ടിപ്പോയി. എന്തേനു കാര്യം? നിങ്ങൾ ഇത് നോക്ക്. ഇത് ആരുടെ ആടാ ഉമ്മ? ആ ഇത് നമ്മുടെ പാത്തുമാന്റെ ആടല്ലേ? ആ ഇവളുടെ ആടിനല്ലേ ഇപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം. ഹേ ഉമ്മ, ഇവിടെ എന്താ ഇത്ര ബഹളം? കുറെ നേരമായല്ലോ. ഇത് നമ്മുടെ പാത്തുമാന്റെ ആട്. പാത്തുമാന്റെ ആട് പിന്നെയും വന്നോ? പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തുള്ളി പാത്തുമ്മ. എന്താടാ സൈത്താനെ വഴി നിൽക്കണേ, മാറിക്കണം. അല്ല എല്ലാരും ഉണ്ടല്ലോ, എന്തേ ഇവിടെ കാര്യം? അല്ല നിങ്ങളെല്ലാരും ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ? കഞ്ഞിവെള്ളം നിന്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും കണ്ട പണ്ടാരങ്ങളെല്ലാം തിന്നു കഴിഞ്ഞു. കഞ്ഞിവെള്ളം കൊടുക്കണമെന്നോ? 100 കൂട്ടം പണിയുണ്ട്. അപ്പൊ നിന്റെ ആട്. നിങ്ങളിപ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ കാണാം. എടി പാത്തുവ, എന്റെ ആട് പറയുമ്പോ ഈ സുബൈദാനെ മറക്കല്ലേ. സുബൈദാക്ക് ഇത്തിരി പാല് തരണേ. ആ തരും തരും, നല്ല അടി തരും. ഹമ്പട പുളുസു. എടി പാത്തു, നിന്റെ ആടില്ലേ എന്റെ 2 പുസ്തകങ്ങളാണ് തിന്നത്. അങ്ങനെ പറയല്ലേ വല്ലികാക്ക. എന്റെ ആട് അതൊന്നും ചെയ്യൂല. നമ്മുടെ അപ്പല്ല വരുന്നേ. എന്റെ വെള്ളിക്കാക്ക, ഇതെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. ആട്, പൂച്ച, പശു, കോഴി, പിള്ളേര്. ആടിനെ തീറ്റിപ്പോറ്റാൻ കണ്ട സ്ഥലം. ആ എന്റെ ആടിനെ പറഞ്ഞാണ്ടല്ലോ. ആ അനുവദിച്ചു കൊടുത്തോ. ഉമ്മ കഞ്ഞെടുക്കുമ്മ. എന്താ പാത്തൂന്റെ മുഖം കടുന്നൽ കുത്തിയ പോലെ? ആ നിന്നെ ഞാനിന്ന്. അല്ല നമ്മുടെ ആടിന് മാത്രമേ ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ, നമുക്കൊന്നുമില്ലേ? കടിക്കല്ലേ കടിക്കല്ലേ. ഉള്ളാടത്തി പാറു, ഉള്ളാടത്തി പാറു. അയ്യോ മുള്ളണത് ഞാൻ കണ്ടില്ല. ഈ ആടിനെ ഞാൻ. ഉള്ളാടത്തി പാറു, ഉള്ളാടത്തി പാറു. എന്താ അവിടെ ഒരു ബഹളം? എന്താടാ ആടെന്തിനാ നിന്റെ ട്രൗസറെ പിടിച്ചേ? വലിയ മൂത്താപ്പ, നമ്മൾ ഈ വെള്ളപ്പം ഈ ആടിന് കൊടുത്തതാ. എന്നിട്ടാണ് ഈ ആട് ഇങ്ങനെ. അല്ല വലിയ മൂത്താപ്പ, ഈ ആബി വെള്ളപ്പം കുറെ എടുത്ത് ട്രൗസറിന്റെ പോക്കറ്റിലിട്ട് ആടിന്റെ മുന്നിൽ ചെന്ന് തിന്നാൻ പറഞ്ഞു നീട്ടി. നേരാ, നമ്മള് കണ്ടതാ. എന്നെ വാപ്പ തല്ലും. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. വലിയ മൂത്താപ്പ പറയല്ലേ. ഇല്ലടാ പേടിക്കണ്ട, ഇവരാരും പറയത്തില്ല. കേട്ടോടി പാത്തുക്കുട്ടി, നിങ്ങൾ ഈ വിവരം ആരോടും പറയണ്ട. ലൈല, ഇനി മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കരുതിട്ടോ. ശരി മൂത്താപ്പ. എന്നാ എല്ലാരും വാ, നമുക്ക് പുഴയിലേക്ക് പോകാം.